നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എതിര് പറയാതെ നിന്നത് ഗൗതമിന്റെ ഒരു ഇഷ്ടവും വേണ്ടെന്ന് പറയാൻ എനിക്കാവാത്തതുണ്ട്. പക്ഷെ സൂക്ഷിക്കണോ ആന്റി, ഒരു കാരണവശാലും ആന്റി ഗൗതമിന്റെ അമ്മയാണെന്നുള്ള സത്യം പുറത്തറിയരുത്. ഗൗതം അതറിയാതെ സൂക്ഷിക്കണം. 1000 മടങ്ങ് പേടിയുണ്ട്. ഈ രഹസ്യങ്ങാനും പുറത്തറിഞ്ഞു പോയാ ഈ കുടുംബം തന്നെ തകരും. അറിയാലോ? എല്ലാം എനിക്കറിയാം. ഒരു കാരണവശാലും ആരും ഒന്നും അറിയില്ല. കാണണമെന്ന് തോന്നുമ്പോ എനിക്കെന്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമല്ലോ, അത്രയും മതി. നോക്ക, നേരത്തെ കണ്ട വസുന്ധരാന്റിയും ശിവാനിയും നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം. വലിയ അപകടകാരികളാ. ആന്റി ആരാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞ പിന്നെ അവരെ ഈശ്വരമംഗലത്തിന് തീ കൊളുത്തു. ശരി, ആന്റി ഈ മുറി ഉപയോഗിച്ചോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാർവതി, നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ ഗോപേട്ട. എന്താ ഇത് പാർവതി? നിർമ്മല ഇങ്ങോട്ട് വന്നെന്ന് വെച്ച് അവന് നമുക്ക് അങ്ങനെ അങ്ങ് നഷ്ടപ്പെടുവോ? നിർമ്മല ഈ നാട്ടിലേക്ക് വന്നു ജോത്സ്യം പറഞ്ഞപ്പോ ഗോപേട്ടൻ എന്താ പറഞ്ഞത്? അവൾ ഒരിക്കലും ഗൗതമിനെ കാണില്ലെന്ന്. ഒടുവിൽ അവൾ അവനെ കണ്ടു. ഗൗതമിനെ അവൾ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇനി അടുത്ത അവളുടെ ലക്ഷ്യം എങ്ങനെ ഈ വീട്ടിലേക്ക് വരിക എന്നതാന്ന്. അപ്പോഴും ഗോപിയേട്ട സമ്മതിച്ചില്ല. ഒരിക്കലും അവൾ ഇവിടെ എത്തില്ലെന്ന് ഗോപിയേട്ട വിശ്വസിച്ചു. ഇപ്പതേ അവള് ഗൗതമിന്റെ തന്നെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഗോപിയേട്ട, എങ്ങനെയും നിർമ്മലെ കണ്ടുപിടിച്ച് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടണമെന്ന്. എന്നിട്ടത് ചെയ്തില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിർമ്മലയ്ക്ക് കുറച്ചു ദിവസം ഗൗതമനെ അടുത്തുനിന്ന് കാണണമെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നത്. അവള് വന്ന പോലെ ഇങ്ങ് പൊയ്ക്കോളൂ. എല്ലാത്തിനും ഇങ്ങനെ നിസ്സാരമായി കണ്ട് ശീലിക്കല്ലേ ഗോപിയേട്ട? ഗൗതമിനെ കാണാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ നാട്ടിലേക്ക് വന്നതെങ്കിൽ കണ്ടിട്ടങ്ങ് പോയാ പോരെ. ഇതിപ്പോ കൂടും കുടുക്കെടുത്ത് വേലക്കാരിയെന്നും കള്ളം പറഞ്ഞ് ഈ വീട്ടിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? ഗൗതമിന് മുന്നിൽ അഭിനയിച്ച് കാണിച്ച് അവന്റെ സ്നേഹം പിടിച്ചുപറ്റി അവന്റെ കൂടെ തന്നെ അവൾ ഈ വീട്ടിൽ കയറി പറ്റിയില്ലേ? നല്ല ഒന്നാന്തരം കള്ളിയ ഗോപിയേട്ട അവള്. അവളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തതേ നേർവഴിക്കല്ല. അതും പോരാഞ്ഞ് അതിന് ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ വേറൊരു വളഞ്ഞ വഴിയിലൂടെ തിരികെ എന്റെ മോനെ മോഷ്ടിച്ചോണ്ട് പോവാനായി വീട്ടിൽ വന്ന് കേറിയേക്കുവാ. എന്തിനാ പാറു നിർമ്മലയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ചിന്തിക്കുന്ന പോലെ ഒരു ദുരുദ്ദേശവും നിർമ്മലയ്ക്ക് കാണില്ല. അവള് നല്ലവളായിരുന്നെങ്കിലേ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അവൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന്റെ ഒരല്പമെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഗൗതമിനെ വളർത്തുന്നത് ഞാനാണെന്ന് അറിയുമ്പോ എനിക്ക് വിഷമം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോണായിരുന്നു. ഇതിപ്പോ എന്നെ വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന് കേറിയിരിക്കല്ലേ അവള്. അവള് ഇനിയും ഗോപിയേട്ടനും മനസ്സിലായിട്ടില്ല. സ്വന്തം കാര്യം മാത്രമേ അവൾക്കുള്ളൂ. ഇതിപ്പോ വന്നിരിക്കുന്നു എന്റെ മോനെ കൈവശപ്പെടുത്താനായിട്ട്. വിട്ടുകൊടുക്കില്ല ഗോപിയേട്ട, ഞാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല എനിക്ക്. അധികം നാളിവിടെ ഞാൻ അവളെ വെച്ച് പൊറുപ്പിക്കില്ല. ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. വേണ്ട, നീ ഒന്ന് സമാധാനപ്പെട്. എനിക്കിനി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല ഗോപിയേട്ട. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 100 വട്ടം ആലോചിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. നിർമ്മല ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഗൗതമാണ്. നീ ചെന്ന് നിർമ്മലോട് ദേഷ്യപ്പെടുന്ന ഗൗതം കേട്ടാൽ അവന് സംശയം തോന്നില്ലേ? പാറു, ഒരു കാര്യമില്ലാതെ നിർമ്മല നമ്മളോട് ദേഷ്യപ്പെടുന്ന എന്തിനാന്ന് അവൻ ചോദിച്ചാ എന്ത് മറുപടി പറയും? നീ പറഞ്ഞതുപോലെ ഗൗതമിനെ നമ്മളിൽ നിന്ന് മടർത്തിക്കൊണ്ടുപോകാനായിരുന്നു നിർമ്മലയുടെ ഉദ്ദേശമെങ്കിൽ അവൻ ആക്സിഡന്റ് പറ്റിയ അതേ ദിവസം തന്നെ നിർമ്മലയ്ക്ക് അവൾ പെറ്റമ്മയാണെന്നുള്ള കാര്യം ഗൗതമിനോട് പറഞ്ഞുകൂടായിരുന്നു. നിർമ്മല അത് ചെയ്തില്ലല്ലോ പാർവതി. ജോത്സ്യരോട് എന്റെ മകന്റെ കൂടെ കുറച്ചു ദിവസം കഴിയണമെന്നുള്ള ആഗ്രഹം മാത്രമേ നിർമ്മല പറഞ്ഞിട്ടുള്ളൂ.
നീ ആവശ്യമില്ലാതെ പേടിക്കുക. എത്ര പറഞ്ഞാലും ഗോപിയേട്ടൻ എന്താ മനസ്സിലാവാത്തത്? ആദ്യം ഒന്ന് കണ്ടാ മതിയെന്ന് പറയും, പിന്നെ കുറച്ചു ദിവസം അടുത്ത് നിൽക്കണമെന്ന് പറയും. അത് കഴിയുമ്പോ എന്റെ മകനാണെന്നും എനിക്ക് വിട്ടു തരണമെന്നുമുള്ള അവകാശം ഉന്നയിക്കും. അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്? നിർമ്മല ഗൗതമനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, എനിക്ക് ഉറപ്പാത്. ഗൗതമിനെ അവള് 10 മാസം വയറ്റി ചുമന്നിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഗൗതമിനെ ഞാൻ എന്റെ മനസ്സിലാ ചുമക്കുന്നത്. എനിക്ക് അവനെ നഷ്ടപ്പെടാൻ പറ്റില്ല. നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ഒച്ചയുണ്ടാക്കിയാൽ ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരും എല്ലാം അറിയും. ഈ കാര്യങ്ങളെല്ലാം വസുന്ധര ശിവാനി അറിയിച്ചിട്ടേ നീ അടങ്ങുള്ളൂ എന്നാണോ? ഗൗതമനെ നമ്മൾ ദത്തെടുത്തു മാത്രമേ വസുന്ധരയ്ക്ക് അറിയുള്ളൂ. പക്ഷേ അവൻ നിർമ്മലയുടെ മകനാണെന്നുള്ള സത്യം അവൾക്ക് അറിയില്ല. അതുകൂടി വസുന്ധര അറിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയാലോ. നിർമ്മല ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും വസുന്ധര ശിവാനിയെ എല്ലാം അറിയാനുള്ള സാധ്യത കൂടുതലാ ഗോപിയേട്ട. നിർമ്മല ഇത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. ഗൗതമല്ലേ നിർമ്മല ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത്? അറിഞ്ഞോ അറിയാതെയോ നിധിയോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നിർമ്മല ഇവിടുന്ന് ഇറക്കി വിടാനുള്ള വഴി ഞാൻ തന്നെ നോക്കിക്കോളാം. നിധി, എന്താ ഇനി വന്നേ. എന്താ ഇങ്ങോട്ട് വരാൻ പറ. പറഞ്ഞു തരാം ഞാൻ. വാ ഇങ്ങോട്ട്. എന്താ എന്നെ പറഞ്ഞു പറ്റിക്കണോ? ഞാനൊരു പാവമായതോടെ എന്ത് ചെയ്യാന്നാണ് കരുതിയത്? ഈ നിർമ്മല ഒരു കാരണവശാൽ ഈ വീട്ടിലേക്ക് വരില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? ഗൗതമിന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ പോകുന്നു എന്ന് തന്നെയല്ലേ നിർമ്മല നേരത്തെ വിളിച്ചു പറഞ്ഞത്? അപ്പൊ നീ എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? അയ്യോ അമ്മേ, സത്യമായിട്ടും അല്ല. എന്നേക്കുമായി ഈ നാട് വിട്ടു പോവാണെന്ന് നിർമ്മലാന്റി അപ്പോഴും എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാ ഗൗതം ചെന്ന് ആന്റി ഈ വീട്ടിലോട്ട് വരാൻ വിളിച്ചത്. ഇതിനൊക്കെ കാരണക്കാര് നീ ഒറ്റയൊരുത്തിയ. ഈ വീട്ടിൽ ജോലിക്ക് ആളില്ലാത്തതിനാൽ നീ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് നീയല്ലേ ഗൗതമിനോട് പറഞ്ഞു കൊടുത്തത്? അമ്മേ, അത് ഞാൻ ഗൗതമിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഗൗതം അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയോ? നോക്ക് നിധി, ഇപ്പൊ നിർമ്മല ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നീയും കൂടെ കാരണക്കാരിയാ. വേറൊന്നും എനിക്കറിയണ്ട. ഏത് വിധേനയും നീ തന്നെ നിർമ്മല ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം. അമ്മേ, ഞാൻ എങ്ങനെ പറഞ്ഞു വിടാനാ? ഗൗതമാണ് ആന്റിയെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത്. എനിക്ക് ആന്റിയെ ഇവിടെ ഇറക്കി വിടാൻ പറ്റുമോ? വേണ്ട, നീ ആയിട്ട് ചെയ്യണ്ട. ചെന്ന് ഗൗതമിന്റെ അടുത്ത് നിനക്ക് ഇവിടെ ഒരു ജോലിക്കാരുടെ ആവശ്യമില്ലെന്ന് പറ.